2024 ഇന്ത്യ ഇലക്ഷൻ നോക്കുമ്പോൾ എനിക്ക് ഹീറോ ആയി തോന്നിയത് രണ്ട് പേരാണ്. ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരുപാട് ഹീറോസ് ഉണ്ട്. വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ പറയാം, ഇപ്പോൾ കിങ് മേക്കേഴ്സായ ചന്ദ്രബാബു നായിഡുവിനെ പറയാം, നിതീഷ് കുമാറിനെ പറയാം, പിന്നെ UPയിൽ വളരെ ശക്തമായ ഫൈറ്റിട്ട് വിജയിച്ച അഖിലേഷ് യാദവിനെ പറയാം, മഹാരാഷ്ട്രയിലെ നേതാക്കളെ പറയാം, രാജസ്ഥാനിലെ ഗെഹ്ലോട്ടിനെയും സംഘത്തെയും പറയാം. എന്നാലും അവരൊക്കെ പേരുകൊണ്ട് പ്രമാണിമാരായി നിൽക്കുന്ന ആളുകളാണ്. എന്നാൽ പേരറിയാത്ത, ഒരുപക്ഷെ ആരും കേട്ടിട്ടില്ലാത്ത രണ്ട് പേർ ഈ ഇലക്ഷനിൽ വളരെ വ്യക്തമായ രണ്ട് സന്ദേശങ്ങൾ നൽകി. അതിലൊന്ന് അവധേഷ് പ്രസാദാണ്, മറ്റൊന്ന് റക്കീബുൽ ഹുസൈൻ. ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഈ ഇലക്ഷനിലെ എൻ്റെ ഹീറോസാണ്. 2024 പ്രധാനപ്പെട്ട ഹീറോസ് എന്നോ കിങ് മേക്കേഴ്സ് എന്നോ ഒക്കെ പറയാവുന്നവരുടെ പേരാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. എന്നാൽ ഒരുപാട് അൺസങ് ഹീറോസ് ഉണ്ട്. പാടിപ്പുകഴ്ത്താത്ത, ശ്രദ്ധേയരാണെന്ന് മുൻപ് തോന്നിപ്പിക്കാത്ത, എന്നാൽ ഗ്രൗണ്ടിലിറങ്ങിയപ്പോൾ കളം പിടിച്ചെടുത്ത, ഒരുപാട് തിരക്കഥകളെ തകർത്തെറിഞ്ഞ, ഒരുപാട് നെറേറ്റീവ്സിനെ കീറിമുറിച്ച, ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിന് നിർണായകമായ സന്ദേശങ്ങൾ നൽകിയ ചിലരുണ്ട്. അതിൽ രണ്ടുപേരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് അവധേഷ് പ്രസാദ്, മറ്റൊന്ന് റക്കീബുൽ ഹുസൈൻ. ഇവരെ രണ്ടുപേരെയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവധേഷ് പ്രസാദ് എന്ന് പറയുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് പറയാൻ കഴിയുക, അയോധ്യയിലെ രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദ് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വിജയിച്ച ആളിൻ്റെ പേരാണ് അവധേഷ് പ്രസാദ്. ഉത്തരേന്ത്യയിൽ ജാതീയതയുടെ അതിപ്രസരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി സംസാരിക്കുമ്പോഴും ഈ ഫൈസാബാദ് ഒരു ജനറൽ സീറ്റാണ്. ആ ജനറൽ സീറ്റിലാണ് ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ മത്സരിക്കുന്നത്. 78 വയസ്സുള്ള അദ്ദേഹം LLBക്കാരനാണ്. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇന്ത്യയിലാകെയുള്ള BJP പ്ലാൻ ചെയ്ത ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സായി മാറേണ്ടതാണ് അവിടം. അയോധ്യയാണല്ലോ കേന്ദ്രബിന്ദു. കഴിഞ്ഞ ദിവസം മുതലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ജഗന്നാഥനെ വിളിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പെല്ലാം ജയ് ശ്രീരാമായിരുന്നു. ഏതായാലും ആ മണ്ഡലത്തിൽ നിന്ന് ഈ ത്രസിപ്പിക്കുന്ന വിജയം, ഏതാണ്ട് 55,000 വോട്ടുകളുടെ വിജയം നേടിയ ഈ അവധേഷ് പ്രസാദ് ഈ ഇലക്ഷനിലെ ഒരു അൺസങ് ഹീറോ ആണ്. ലല്ലു സിംഗ് എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. സമാജ്വാദി പാർട്ടിയിൽ മത്സരിച്ച അദ്ദേഹത്തിന് ഏതാണ്ട് 48.6% വോട്ട് കിട്ടി. 5,54,289 വോട്ടാണ് അദ്ദേഹം നേടിയത്. എതിർ സ്ഥാനാർത്ഥിയായ ലല്ലു സിംഗ് ആകട്ടെ 4,99,722 വോട്ടാണ്, 43.5%. ആ വിജയം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു മതേതര ഭാവത്തിൻ്റെ തിളങ്ങുന്ന അധ്യായമായി മാറി. അവിടെ നിന്നിനി വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന സന്ദേശം നൽകി. അതുകൊണ്ടാണ് ചില ട്രോളന്മാരൊക്കെയും അതിനുശേഷം ഉള്ള ഒരു യാഥാർത്ഥ്യത്തെ പിക്ചറൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയും ശ്രീരാമചന്ദ്രനും കൂടി അകത്തേക്ക് പോകുന്നതും, അകത്തെത്തി കഴിഞ്ഞപ്പോൾ കൈ കാണിച്ച് ഇനി തിരിച്ചു പോകാൻ പറഞ്ഞ് പ്രധാനമന്ത്രിയെ മടക്കി അയക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ അർത്ഥപൂർണമായി അവതരിപ്പിക്കപ്പെട്ടത്. അതാണ് ഒരാൾ. രണ്ടാമത്തെ ആൾ റക്കീബുൽ ഹസനാണ്. 59 വയസ്സ് പ്രായമേ ഉള്ളൂ അദ്ദേഹത്തിന്. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം ഒക്കെ നേടിയ ആളാണ്. അദ്ദേഹം ധൂബ്രി എന്ന് പറയുന്ന അസമിലെ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് പലപ്പോഴും ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു ലേബലിൽ വിടർന്നു നിന്നിരുന്ന ബദറുദ്ദീൻ അജ്മൽ, AIUDF എന്നെന്തോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര്, ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നോ മറ്റോ പറയുന്ന, അതിൻ്റെ ഈ പറയുന്ന ബദറുദ്ദീൻ അജ്മൽ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം കച്ചവടക്കാരനെ, അത്തർ വിൽപ്പനക്കാരനെ 10.5 ലക്ഷം വോട്ടിനാണ് മലർത്തിയടിച്ചത്. ഒരുപക്ഷെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവും റക്കീബുൽ ഹസനാണ്. ഓർക്കേണ്ടത്, ഈ അസമിൽ ഒരിക്കലൊരു മുസ്ലിം മുഖ്യമന്ത്രി പണ്ടുണ്ടായിട്ടുണ്ട്. അവിടെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരും അവിടുത്തെ ജനങ്ങളും തമ്മിലുള്ള ഒരു റിഫ്റ്റ് മുതലെടുത്ത് ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 12 സീറ്റുകളിൽ 10 സീറ്റുകളും പിടിക്കുമെന്നും
കോൺഗ്രസ്സിന് വട്ടപൂജ്യമായിരിക്കുമെന്നുമാണ് പറഞ്ഞത്. കൂടാതെ ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ അവിടെ വെച്ചാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുകയും ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അദ്ദേഹത്തെ ജയിലിലടയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അവിടങ്ങളിലൊക്കെ പല പ്രാദേശിക മുസ്ലിം വികാരങ്ങളാലും പല നേതാക്കളുടെ നടപടികൾ മൂലവും പിന്നെ ഇതുപോലെ അത്തറിൻ്റെയും സുഗന്ധത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് തെന്നി നിന്നിരുന്നവരെല്ലാവരും കൂടി അപകടം മണത്ത് ഒരുമിച്ച് വോട്ട് ചെയ്തു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഈ 10.5 ലക്ഷം വോട്ട് ഒരുമിച്ച് വന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്നൊരു നേതാവില്ല. ആ നേതാവില്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും ഓരോ സ്ഥലങ്ങളിലും പ്രീണിപ്പിക്കപ്പെടുന്നവർക്കോ കീഴടക്കപ്പെടുന്നവർക്കോ ഇരയായി മാറുകയായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലാണ് അത്തരത്തിലല്ലാതെ കുറച്ചെങ്കിലുമൊക്കെ അവരാലോചിച്ച് വോട്ട് ചെയ്തത്. അത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നും നേടിയതുകൊണ്ടല്ല, തീക്ഷ്ണമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഇനി അസ്തിത്വം പോലും നഷ്ടപ്പെടുന്ന, നിലനിൽപ്പ് പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് എന്നും പറ്റിക്കുന്ന അത്തറൊക്കെ മാറ്റിവെച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതും 10.5 ലക്ഷം വോട്ടിന് അദ്ദേഹം വിജയിച്ചതും. അവർ രണ്ടുപേരുമാണ് ഈ രാജ്യത്ത് പ്രധാന സന്ദേശം നൽകിയതെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റാരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം, അതും നമുക്ക് പരിശോധിക്കാം.